വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് പ്രൊമോയിൽ കമലിനാണെങ്കിൽ തൻ്റെ വണ്ടി കേടാവുന്നത് മൂലം പെട്രോൾ തീർന്നോ എന്തോ കേടാകുന്നത് മൂലം വിഷ്ണുവിനെ ഫോൺ ചെയ്യുന്നുണ്ട്. അന്നേരം വിഷ്ണു ആണെങ്കിൽ ഇന്ന് പെണ്ണ് കാണൽ ചടങ്ങാണ്, ഇങ്ങനെ ആൾക്കാരൊക്കെ വരും എന്നൊക്കെ പറയുമ്പോൾ കമലിനങ്ങ് സങ്കടപ്പെടുന്നുണ്ട്. പക്ഷേ ഏട്ടത്തിയമ്മയെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ലല്ലോ, അതുകൊണ്ട് ആശാൻ ഏട്ടത്തിയമ്മയെ മറക്കണം എന്നിങ്ങനെ പെട്ടെന്ന് കമലിനങ്ങ് പറഞ്ഞു പോവുകയാണ്. അന്നേരം നീ എന്തൊക്കെയായി പറയുന്നത് എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിന് ആകെ ദേഷ്യം വന്നിട്ട് വിഷ്ണു ആണെങ്കിൽ ഫോൺ അങ്ങ് തറയിലേക്ക് അങ്ങ് എറിയുകയാണ്. അന്നേരം കമലിന് ആ ശബ്ദം ഫോണിങ്ങനെ എറിയുന്ന വരുന്ന ശബ്ദം അങ്ങനെ മറുതലയ്ക്കൽ ഫോണിൽ കൂടി കേൾക്കുന്നുണ്ട്. അന്നേരം കമലൻ പെട്ടെന്ന് ഫോൺ ഇങ്ങനെ അങ്ങ് മാറ്റി പിടിക്കുകയാണ്. പക്ഷേ പറയണ്ടായിരുന്നു എന്നൊരു ഉദ്ദേശത്തിൽ. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ ആകെ അങ്ങ് കരയുകയാണ്. അപ്പോൾ പാദസരമൊക്കെ നോക്കി കരയുന്നുണ്ട്. എല്ലാം അവസാനിപ്പിച്ചിട്ട് താനൊന്ന് മടങ്ങി വാടോ എന്നൊക്കെ എങ്ങളോടുകൂടി പറയുകയാണ്. പക്ഷെ ആര് കേൾക്കാനായിട്ട്. ഇതേസമയം സത്യഭാമ വന്നിട്ട് വിഷ്ണു റെഡി ആയില്ലേ, ഒരുങ്ങി റെഡിയായി വാ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിയൊക്കെ മുഴക്കിയിട്ട് വിഷ്ണുവിൻ്റെ റൂമിന് പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. തുടർന്ന് കാണിക്കുന്നത് മധുശ്രീയും അച്ഛനും അമ്മയും കൂടി വീട്ടിലേക്ക്, സത്യഭാമയുടെ വീട്ടിലേക്ക് വരുന്നതാണ്. രാഘവൻ നായരും രോഹിത്തും ഒക്കെ ആണെങ്കിൽ ഇഷ്ടമില്ലാത്ത രീതിയിലൊക്കെ നിൽക്കുകയാണ്. മധുശ്രീ ആണെങ്കിൽ വളരെ ഓവർ സ്മാർട്ടായിട്ട് സംസാരിക്കുന്നുണ്ട്. ഞാൻ മധുശ്രീയാണ്, മധുശ്രീ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നല്ല വേഷമൊക്കെ ധരിച്ച് പഴയ മോഡേൺ വേഷമൊക്കെ കളഞ്ഞ് നല്ല സുന്ദരി പെൺകുട്ടിയായിട്ടൊക്കെയാണ് മധുശ്രീ വരുന്നത്. പക്ഷേ ബാക്കിയുള്ളവരാരും നേരെ നിൽക്കുന്നില്ല. സത്യഭാമയ്ക്ക് മാത്രമാണല്ലോ ഇതിൽ താല്പര്യം. തുടർന്ന് ശാലിനി ഇങ്ങനെ വരുന്നത് കാണിക്കുന്നുണ്ട്. കാറിൽ ഇങ്ങനെ ശാലിനി ആകെ ടെൻഷനോടുകൂടി ഇരിക്കുമ്പോൾ അനുപല്ലവി ചോദിക്കുന്നുണ്ട്, മാഡം സത്യാമ്മയുടെ വീട്ടിലേക്കല്ലേ എന്ന്. അന്നേരം അതെ എന്നിങ്ങനെ ശാലിനി തല കുലുക്കുകയാണ്. തുടർന്ന് വണ്ടി ഇങ്ങനെ പോകുന്നതും കാണിക്കുകയാണ്. തുടർന്ന് വഴിയിൽ വെച്ച് ശാലിനി കാറിൽ നിന്ന് ഇറങ്ങുന്നത് കാണിക്കുന്നുണ്ട്. പക്ഷേ അത് സത്യാമ്മയുടെ വീട്ടിലാണോ ആണെന്ന് കാണിക്കുന്നില്ല. പിന്നീടുള്ള പ്രൊമോയിൽ നേരത്തെ മറ്റേ പ്രൊമോയിൽ പറഞ്ഞതുപോലെ ശാലിനി ആണെങ്കിൽ റോഡ് സൈഡിൽ സരോജത്തോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. എന്തോ ഒരു പ്രശ്നം പരിഹരിക്കാനെന്നോണം സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് കമലിന് ഇങ്ങനെ വണ്ടിയും തള്ളി വരുന്നത്. വിഷ്ണു വരില്ല എന്നുറപ്പാകുമ്പോൾ വണ്ടി തള്ളി വർക്ക്ഷോപ്പിലോ പമ്പിലോ എത്തിക്കാമെന്നുള്ള രീതിയിൽ വിഷ്ണു അല്ല കമലിനിങ്ങനെ വണ്ടി തള്ളി വരുമ്പോൾ ഒന്നല്ല നോക്കുമ്പോൾ ശാലിനിയെ കാണുകയാണ്. ഏട്ടത്തിയമ്മ എന്നിങ്ങനെ പറഞ്ഞ് കമലിനിങ്ങനെ ഷോക്കായി നിൽക്കുകയാണ്. പക്ഷേ ശാലിനി അങ്ങ് വണ്ടിയിൽ കയറി പോകുന്നുണ്ട്. തുടർന്ന് കമലൻ പുറകെ പോകുന്നതും വിഷ്ണുവിനെ വിളിക്കാൻ ശ്രമിക്കുന്നതും ഒക്കെയാണ് പുതിയ എപ്പിസോഡ് വിശേഷങ്ങൾ. അപ്പോൾ ലാഗ് ഇതുവരെ തീരുകയാണ്. ഇനി എല്ലാ സ്പീഡിന് പോകുമെന്നാണ് വിശ്വാസം. ഓക്കെ, താങ്ക്